യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 20-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഈ വളരെ മനോഹരമായ സങ്കീർത്തന ഭാഗങ്ങളെ നമ്മൾ നോക്കിയാൽ യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. വിടുതൽ പ്രാപിച്ചൊരു കുഞ്ഞ് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അനുഭവിച്ച് ദൈവത്തെ സാക്ഷീകരിക്കും. എൻ്റെ കർത്താവ്, ആമേൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു, ഹല്ലേലൂയ. ഞാൻ വിളിക്കുന്ന ദൈവം വലിയവനാ. ഞാൻ വിളിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. ഞാൻ വിളിക്കുന്ന ദൈവം അത്യുന്നതനാ. ഞാൻ വിളിക്കുന്ന ദൈവം ദേവഗണങ്ങളിൽ അത്യുന്നതനാ. യേശുവേ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറയുമ്പോൾ, ദൈവമക്കളെ, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏത് പ്രാർത്ഥന വിഷയമായിരിക്കട്ടെ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി വെച്ച് കരഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച വിഷയം, എൻ്റെ കർത്താവിൻ്റെ തിരുനാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ഇടപെടുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണിത്. ഇത്ര കാലങ്ങളായി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവസന്നിധിയിൽ അതുപോലെയാണ് നമ്മൾ കർത്താവ് ഏൽപ്പിച്ചതൊന്നും ഒരു തടസ്സം കൂടാതെ കണ്ണുനീരിൻ്റെ സമയത്തും വിതയ്ക്കാനുള്ള കാലമാണ് ദൈവമക്കളെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. ഈ വിതയ്ക്കുന്ന സമയത്ത് എത്ര വളരെ നെഞ്ചുരുകുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ കണ്ണുനീരിൻ്റെ സമയം എല്ലാവരും പരാതികളും പരിഭവങ്ങളുമായിട്ട് മാറി എവിടെയെങ്കിലും കിടക്കും. എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മളൊരു മനസ്സൊരുക്കം വെച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. നിന്നു കൊടുത്താൽ മതി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എത്രയേറെ കഷ്ടതകളും കണ്ണുനീരും വേദനയൊക്കെ വന്നിട്ടും കർത്താവിൽ ആശ്രയം വെച്ച് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ലാതെ, ആരാധനയ്ക്ക് മുടക്കമില്ലാതെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന സമയം ഇപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവൻ ഉത്തരമരുളുന്നത് മാത്രമല്ല, വീര്യപ്രവർത്തികളാലാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അത്ഭുതം തന്നെ ചെയ്യും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ആമേൻ. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ശത്രു എങ്ങനെയൊക്കെ പോരാടി, ഏതെല്ലാം വിധത്തിലും, അപ്പോഴും നമ്മൾ പ്രതികാരം ചോദിക്കാതെ അവരെയൊക്കെ ദൈവസന്നിധി വെച്ചിട്ട് ദൈവം ഏൽപ്പിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കർത്താവെ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അടിയനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളുകളായി സങ്കടത്തോടെ ആയിരുന്നെങ്കിലും വിശ്വാസത്തെ മുറുകെ പിടിച്ച് കർത്താവിൽ ആശ്രയം വെച്ച് കർത്താവെ ആ പാദപീഠത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രേക്ഷിത ബലക്കാരെയും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ, ഇപ്പോൾ രക്ഷിക്കുന്ന ദൈവമാണെന്ന് ഇപ്പോൾ തന്നെ നിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടതിന്, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് കർത്താവെ ദൈവം പ്രവർത്തിച്ച അതിശയമെന്ന് നിൻ്റെ മക്കൾക്ക് അനുഭവിച്ചറിയേണ്ടതിന്, നന്മയ്ക്കായി
ഒരടയാളം കൊടുത്ത് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ, ഏതെങ്കിലും പാപശാപദോഷങ്ങളുണ്ടെങ്കിൽ എൻ്റെ മക്കളോട് ദൈവം ക്ഷമിക്കണമേ. അതിനായി കർത്താവെ അടിയൻ്റെ കുറവുകളെ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കണമേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. യേശുവേ സ്തോത്രം.